മേഡം, മൂകാംബികയിൽ നിന്ന് അവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഒരാളിവിടെ വന്നില്ലേ? ശങ്കരോ ഗഗനോ അങ്ങനെ ഒരുത്തൻ. അവനും ഇവളുമായിട്ട് അവിഹിതമുണ്ടെന്ന് സ്ഥാപിച്ചെടുത്താൽ സംഗതി എളുപ്പമായില്ലേ? അതിന് ഗഗൻ എവിടെയാണെന്ന് അറിയില്ല. ഇന്ന് രാവിലെ കൂടി അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തമ്പിയേട്ടൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പൊ അവൻ തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരുത്തൻ അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് സന്ദീപ് സാറും സുകുമാരി മാഡവും കണ്ടാ പോരെ? അത് ഗഗനാണെന്ന് മാഡം തർപ്പിച്ചങ്ങ് പറഞ്ഞാ പോരെ? അത് ഞാൻ പറയാം. പക്ഷേ അങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ടോ? ആളൊക്കെ ഉണ്ട്. എന്റെ അനിയൻ സുധാകരൻ ഈ കാര്യത്തിൽ മിടുക്കനാ. അത്യാവശ്യം ഇത്തിരി ചില്ലറ കൊടുത്താ അവൻ എന്ത് വൃത്തികേടും ചെയ്യും. വിചാരിച്ച പോലെ കാര്യം നടന്ന കാശ് എത്ര വേണേലും കൊടുക്കാം. എന്നാ മാഡം ധൈര്യമായിട്ട് ഒരു 5000K ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് അയക്കേ. ഞാൻ അവനെ വിളിച്ച് കാര്യം പറയാം. ഇന്ന് രാത്രി തന്നെ നമുക്ക് സംഗതി സൂട്ടാക്കാം. കാശ് ഞാൻ അയക്കാം. നീ നമ്പർ പറ. 995764. സെൻഡ് ആയിട്ടുണ്ട്. താങ്ക് യു മാഡം. നോക്കമ്മേ, സ്കൂൾ തുറന്നിട്ട് പകുതി വർഷം പോലും ആയില്ല. അതിനിടയിൽ അവന്റെ പുസ്തകങ്ങളെല്ലാം ഇല്ലാതായല്ലോ. നോക്ക്, ഇതെല്ലാം കുത്തൊഴിഞ്ഞിരിക്കുക. അതെങ്ങനെയാ? പഠിക്കുന്ന കാര്യത്തിൽ അവൻ ഒരു ശ്രദ്ധയില്ലല്ലോ. എന്ന് പിടിച്ചിരുത്തി പഠിപ്പിക്കാന്ന് വെച്ചാ ഇരുന്ന് തരണ്ടേ? അപ്പൊ എന്തെങ്കിലും കാര്യം എടുത്തിട്ട് വാശി പിടിച്ച് നമ്മളെയും കൂടി ഭ്രാന്താക്കും. 2 പൊട്ടീര് കൊടുക്കാന്ന് പറഞ്ഞ അവനുണ്ട വല്ല കൂസലും. ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്കാ ഇത്. നോക്കമ്മേ, സ്വന്തം പേര് പോലും അവനെ എഴുതാൻ അറിയില്ല. ഇത്രയും നാളായിട്ടും നോക്കമ്മേ, പ്രണവിന് പകരം അവനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ വിഷ്ണുമായ, എന്തായി കാണുന്നത്? പേരിന്റെ സ്ഥാനത്ത് എന്തൊക്കെയോ പടം വരച്ചു വെച്ചേക്കുന്നു. ഇനി അവന് പേര് ശരിക്കും എഴുതാൻ അറിയാഞ്ഞിട്ടാണോ? അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതവന്റെ അഹങ്കാരമല്ലേ? അല്ലെങ്കിൽ സ്കൂളിലെ നോട്ട്ബുക്കിൽ കാക്കിരി പൂക്കിരിയായിട്ട് എഴുതി വെക്കോ? അതോ എഴുത്തല്ലോ, പടമല്ലേ വരച്ചു വെച്ചിരിക്കുന്നേ. അവനിങ് വരട്ടെ. ഇന്നവൻ അവന്റെ അമ്മയുടെ ശരിക്കുള്ള മുഖം കാണാനിരിക്കുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളായാലേ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. അതിപ്പോഴല്ല ഓർക്കേണ്ടത്. അവൻ കൊട്ടുന്ന താളത്തിനൊക്കെ അമ്മ തുള്ളാൻ നിന്നതിന്റെ കുഴപ്പം ഇതൊക്കെ. ഇത്രയും നാൾ അവൻ കൊട്ടിയ താളത്തിനാ ഞാൻ തുള്ളിയത്. ഇനി എന്റെ താളത്തിനൊത്ത് അവൻ തുള്ളത്തേ ഉള്ളൂ. നീ കണ്ടോ? അമ്മേ, ദേ അങ്ങോട്ട് നോക്കി, അവൻ എത്തിയിട്ടുണ്ട്. ഇതെന്താ അവൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? ഇതവൻ എവിടെ നിന്ന് കിട്ടി? എവിടെന്നും കിട്ടിയതാവില്ല, ആരുടെയെങ്കിലും മോഷ്ടിച്ചതാവും. നിക്കടാ അവിടെ. നീ ഇന്ന് സ്കൂളിൽ പോവാതെ എവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു? ഇവിടെ നിക്കാനാ പറഞ്ഞ? നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ സ്കൂളിൽ പോകാതെ എവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു? ഇതെവിടെ നട കൂളിംഗ് ഗ്ലാസ്? ആരെങ്കിലും തന്നതാണോ അതോ നീ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണോ? മോഷ്ടിച്ചതാണോ അല്ലേന്ന് അമ്മ പോലീസിനോട് പോയി ചോദിച്ചു. എന്ത് പറഞ്ഞു രസത്തെ? അമ്മയോട് തർക്കുത്തരം പറയുന്നോ? എങ്കിലും അതൊന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം.
എന്താ എന്നെ നോക്കി പേടിപ്പിക്കുന്നോ? പറയടാ, ഈ കൂളിംഗ് ഗ്ലാസ് നിനക്ക് എവിടെന്നാ കിട്ടിയത്? പറഞ്ഞില്ലെങ്കില് നിന്റെ പുറം ഞാൻ പൊളിക്കും. അമ്മ അമ്മ എന്താ ഈ കാണിക്കുന്നേ? ഇനി ഇവന് തല്ലണ്ട. എന്റെ വിഷ്ണുമായെ, ഞാനിനി എന്ത് ചെയ്യും? ഒരു ആൺകുഞ്ഞേ ഉള്ളൂ എന്ന് കരുതി ഓമനിച്ച് വളർത്തിയതിന് നീ എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്?